നമസ്കാരം. രാവിലെ മുതൽ ഞാനിവിടെ ഇല്ലായിരുന്നു, കുറച്ച് തിരക്കായി പോയി. ഞാൻ രാവിലെ തൊട്ട് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ വന്ന് വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. ഇത് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് മറ്റൊന്നുമല്ല, നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഏതോ ഒരു മാക്രി, ഒരു പുന്നാര മോൻ ഏതോ ഒരു എവിടെയൊക്കെ ഒരു എക്സലിൽ ഒരു ബില്ലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അനുമോൾക്ക്, അതായത് വിനു അനുമോൾക്ക് കൊടുത്ത ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മർ മീഡിയ 5 ലക്ഷം, ഞാൻ 2, അതിൽ പോക് 2, അതിൽ പോക് 50,000, അങ്ങനെയൊക്കെ പറഞ്ഞ് ഏതാണ്ട് എല്ലാം കൂടി കൂട്ടി ഒരു 16 ലക്ഷത്തി എത്ര ഒരു എമൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാറി വന്നിരുന്ന് പറയുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഇതിന്റെ അടുത്ത് ആദ്യം പറഞ്ഞ ജിനു ആണ്. ജിനു അവന്റെ ഒരു കട്ടിങ് എടുത്തിട്ട്, അണ്ണ ഇതുവെല്ലാം കണ്ടോ, ഈ നാറിക്ക് ഇത് തന്നെയാണ് പണി, ഇവൻ മുമ്പ് എനിക്കെതിരായിട്ടും ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവന്റെ അടുത്ത് തമാശയായിട്ട് ഇത് ആരടാ ഈ മാക്രി എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഇവന്റെ ചാനൽ കാണുന്നത് തന്നെ. ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനതങ്ങ് വിട്ടു. കുറെ കഴിഞ്ഞ് ഞാനൊരു സ്കൂളിൽ, കൊച്ചിന്റെ ഒരു സ്കൂളിന്റെ ഫംഗ്ഷനുമായിട്ട് പോയതാണ്. അപ്പോൾ കുറെ കഴിഞ്ഞ് എനിക്ക് ഗോപ്രോ മച്ചാൻ വിളിച്ചിട്ട് ഈ ഒരു കേസ് പറഞ്ഞു. ഈ ഒരു കേസ് പറഞ്ഞപ്പോഴാണ്, അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് കമന്റുകൾ എനിക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് പേര് ഇത് പോസ്റ്റ് ചെയ്യുന്നു, എന്നാൽ ഇത് കണ്ടോയോ പറയുന്നു, കുറെ കമന്റുകൾ വരുന്നുണ്ട്. പിന്നീട് 2 ലക്ഷം കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ കരുതി, ആഹാ അത്രയ്ക്കായോ. അപ്പൊ പിന്നെ ഞാൻ നോക്കിയപ്പോ നമ്മുടെ അതില് നല്ല രീതിയിൽ നല്ല തള്ളക്ക് കൊടുത്തുകൊണ്ട് ഇട്ട് അതിന്റെ പൊളിഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ ഫ്രണ്ടിലും ചെന്ന് കയറി കൊടുക്കണം, അടിച്ച് നിന്റെ മണ്ട അടിച്ച് പുറന്നിടും. മനസ്സിലായോ? അതൊന്നും പോയി നിൽക്കരുത്. അതുകൊണ്ട് ഞാൻ ആ ലെവലിൽ നിനക്ക് കിട്ടാനുള്ള എല്ലാം അവന്റെ നിന്ന് കിട്ടിയത് കൊണ്ട് ആ ലെവലിലേക്ക് പോകുന്നില്ല. എങ്കിലും എന്റെ ഒരു മറുപടി പറയണമല്ലോ. ഈ പുന്നാര മോന് എന്റെ ഒരു മറുപടി ഞാൻ കൊടുത്തേക്കാം. അവന് ഈ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഈ വിനുന്റെ ഫ്രണ്ട് എനിക്ക് ഈ ലിസ്റ്റ് അയച്ചു തന്നപ്പോ ഞാൻ അവനോട് ചോദിച്ചു, എന്തിനാണല്ലോ എനിക്ക് ഇത് നീ അയച്ചു തന്നത്? ഞാൻ ചെറിയൊരു യൂട്യൂബർ അല്ലേ, നീ വലിയ സായിയെ പോലെയുള്ള വലിയ യൂട്യൂബേഴ്സ് ഇതൊന്ന് അയച്ചു കൊടുക്കുക, അവരല്ലേ പബ്ലിഷ് ചെയ്യേണ്ടത്. അപ്പോ എന്നോട് ആ ചങ്ങായി പറഞ്ഞത്, സായിയുടെ പേര് പറഞ്ഞിട്ടില്ല, ആ ചങ്ങായി എന്നോട് പറഞ്ഞത്, ഞാൻ 2-3 വലിയ യൂട്യൂബേഴ്സിനോട് സംസാരിച്ചു, അവരാരും ഈ സംഗതി പുറത്ത് വിടുന്നില്ല. കാരണം അവരുടെ സബ്സ്ക്രൈബേഴ്സ് കുറയുമെന്നും ഡിസ്ലൈക്ക് ചെയ്യുമെന്നും നെഗറ്റീവ് കമന്റ് വരുമെന്നും പേടിച്ചിട്ടാണ് അവരാരും ഈ വീഡിയോ പുറത്ത് വിടാത്തത്. മാറി ഒന്നീ നീ ആ ഫ്രണ്ടിന്റെ പേര് പറയണം. വിനുവിന്റെ ഫ്രണ്ട് എന്നല്ലേ പറഞ്ഞത്, വിനുവിന്റെ ആ ഫ്രണ്ടിന്റെ പേര്, അല്ലെങ്കിൽ നീ പറഞ്ഞ ഈ പ്രമുഖ യൂട്യൂബർ എന്നല്ലേ അവന്റെ പേര് പറഞ്ഞു. ഇത് ഏതെങ്കിലും ഒന്ന് പറ. നീ എവിടെയെങ്കിലും കൊണ്ടുവന്ന ഒരു എക്സലിൽ ഒരു സാധനം കൊണ്ടുവന്ന് ഇവിടെ വന്ന് ചുമ്മാ വന്നിരുന്ന വാർത്താൾ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് വിശ്വസിക്കുമെന്നാണ് എന്റെ വിചാരം. എന്റെ പുന്നാര നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് പുന്നാര പ്രേക്ഷകരെ, നീ അതിൽ അവരെ തെറി വിളിക്കുകയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്റെ ആ ടോൺ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പൊ എന്റെ പുന്നാര മോനെ നീ പറയുമ്പോൾ നിന്റെ പിന്നെ ആദ്യം നീ വിത്ത് പ്രൂഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കാനുള്ളത് കേട്ടോ. വിത്ത് പ്രൂഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവന്റെ പിന്നീട് ഇതൊന്നും ഇവിടെ കൊടുക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഇവൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇവൻ ഇതല്ല, ഇവന്റെ ചാനൽ മൊത്തം ഇത് തന്നെയാണ്. ഞാൻ നോക്കിയായിരുന്നു ഇവന്റെ ഇന്നാളെ ഞാൻ ഒരു വീഡിയോ നോക്കിയപ്പോൾ ലാലേട്ടന്റെ ഫ്രണ്ട്, ഇത് വിനുവിന്റെ ഫ്രണ്ട്, ഇത് ലാലേട്ടന്റെ സുഹൃത്ത് എനിക്ക് അയച്ചെന്ന വോയിസ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അവസാനം ആ പ്രേക്ഷകരെ പിടിച്ചിരുത്തി അവസാനം ലാലേട്ടൻ എന്താണ് ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് പറഞ്ഞ വോയിസ് എടുത്ത് പ്ലേ ചെയ്ത്, അതായത് കൂട്ടിക്കൊടുക്കുക, അതായത് പറ്റിച്ച് വലിപ്പിച്ച് ഊഞ്ഞാലയാട്ടി ജീവിക്കുക. ഇതാണ് അവന്റെ തൊഴില്. എങ്ങനെയെങ്കിലും പറ്റിച്ച് പണം ഉണ്ടാക്കി ജീവിക്കുക. ഇതാണ് അവന്റെ കുടുംബത്തെ മൊത്തം ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായോ? അടുത്തത് ഞാനൊരു കാര്യം പറയുകയാണ്, അനുമോളെ സ്നേഹിക്കുന്നവരോട് എന്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് അനുമോളെ വിമർശിച്ചും അനുമോളെ പോസിറ്റീവ് പറഞ്ഞിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജെന്യൂൻ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നു സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, ഈ നാറി എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഇടയ്ക്കൂടെ പറയും ഞാൻ അനുമോളെ സ്നേഹിക്കുന്നു, അവരെ പിടിച്ചിരിക്കുന്നു, ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇല്ലാതെ ഇരിക്കും. ഇതിനകത്തും പറയുന്നുണ്ട്, ഇതിന് ചില കാര്യങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾ അവസാനം വരെ കണ്ടേച്ച് ഇതിന്റെ മറുപടി തരും എന്നൊക്കെ. ഇതിനകത്ത് പറയുന്നത് നമുക്ക് ക്യാഷ് തന്നു എന്നല്ല, നമുക്ക് ക്യാഷ് തരാൻ വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് എഴുതി കൊടുത്തു എന്നാണ് ഇവൻ പറയുന്നത്. ഓക്കെ, ബാക്കി അപ്പൊ പൊന്നാര പ്രേക്ഷകരെ എനിക്ക് തന്ന ലിസ്റ്റ്, അതായത് വിനു ഈ പറയുന്ന അനുമോൾക്ക് കൊടുത്ത ലിസ്റ്റ് ആണ്. ഓക്കെ, മൊത്തത്തിൽ ഞാൻ ഒന്നൊന്നായിട്ട് വിശദീകരിച്ചു തരാം. അപ്പോ വിനു അനുമോൾക്ക് കൊടുത്ത ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശദീകരണം ഉണ്ട്. ആ വിശദീകരണം നമുക്ക് കേൾക്കാം. ഹോസ്പിറ്റലിലേക്ക് 38,500 രൂപയാണ് വിനുവിന്റെ ലിസ്റ്റിൽ. എന്താണ് ഹോസ്പിറ്റൽ? എല്ലാ ഹോസ്പിറ്റലിലും വിവിധ ഹോസ്പിറ്റലിൽ പോയി ഇവന്മാരെന്തെങ്കിലും വോട്ട് പിടിച്ചു. ഇപ്പൊ രണ്ട് മിനിമം ഒരു ഹോസ്പിറ്റലിലേക്ക് 2-3 പയ്യന്മാരാണ് വെച്ച് പോകുന്നത്. അവരുടെ സാലറി, അവരുടെ ഫുഡും കാര്യങ്ങളും അതൊക്കെയാണ്. എന്തിന് ഹോസ്പിറ്റലിലേക്ക് പോയി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. OTP കൊടുത്ത് അവിടെയുള്ള ആരെങ്കിലും സാധാരണക്കാരെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറയും ഒരു പ്രാവശ്യം ഫോൺ തരോ, ഒരു വോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് ചെറിയ പൈസ കൊടുക്കുന്നു, അതിന് ചെയ്യുമാർക്കുള്ള പൈസ. അതിനാണ് വിനു 38,500 ഇട്ടത്. ഓക്കെ, പിന്നീട് വരുന്നത് കമന്റിനാണ്. 1,28,000 രൂപ. കമന്റ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഏഷ്യനെറ്റില് എന്തെങ്കിലും ഒരു പ്രൊമോ വരുമ്പോ വിനു എന്ത് ചെയ്യും, വിനുന്റേതായിട്ടുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. അത് കമന്റ് ഇടുന്നവർക്ക് മാത്രം. അപ്പോ ഒരു പ്രൊമോ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലേക്ക് വിനു തട്ടും.
അപ്പോ ഈ ഗ്രൂപ്പിൽ കാണുന്ന എല്ലാവരും കമന്റ് ഇടണം, അനു അനു എന്നൊക്കെ പറഞ്ഞു. അതാണ് വിനുന്റെ മാസ്റ്റർ മൈൻഡ്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, മൂന്നാമതായി റീചാർജ് എത്ര 15,650 വിനു പറയുന്ന റീചാർജിന്റെ ചെലവ്. അതായത് ഇപ്പോ കുറെ പ്രായമായവരുടെ ചെറിയ ഫോണല്ലേ, അപ്പോ അവരുടെ സിം എന്ത് ചെയ്യും, ആൻഡ്രോയിഡ് ഫോണിലേക്കോ ഐഫോണിലേക്കോ വലിയ ഫോണിലേക്ക് ഇട്ടുകൊണ്ട് അത് റീചാർജ് ഉണ്ടാവില്ല. അപ്പൊ റീചാർജ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ട് പിടിച്ചത്. ഓക്കെ വേറെ നീ പറയുമ്പോ കള്ളം പറയുമ്പോ എന്ത് പറയണം, പിടിച്ചു നിൽക്കാൻ ഒരു ലോജിക്കലി പറയണം. ഈ ആൻഡ്രോയിഡ് ഫോണിലുള്ള ചെറിയ ഫോണിലുള്ളവർ എന്തുണ്ട്, ഈ ആപ്പിൾ ഫോൺ വലിയ ഫോണിൽ ഇട്ടുകൊണ്ട് വോട്ട് ചെയ്യേണ്ട ആവശ്യം എന്തിനാണ്? ചെറിയ ഫോൺ മതിയല്ലോ വോട്ട് ഇടാൻ വേണ്ടിയിട്ട്, വലിയ ഫോണിൽ ഇടേണ്ട ആവശ്യമില്ല. അവരുടെ OTP മാത്രം പോലും. അപ്പൊ പറയുമ്പോ നുണ പറയുമ്പോ കുറച്ച് ലോജിക്കായിട്ട് പറയാൻ ശ്രമിക്കുക കേട്ടടാ പുന്നാര മോനെ. അതുപോലെ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയിന് 38,000 രൂപ. അതായത് അവരുടെ സഹോദരിയും അവളും കൂടി ചെന്നിരുന്ന്, അവളെ കൂട്ടുകാരും കൂടി ചെന്നിരുന്ന് ഹോസ്പിറ്റലിൽ പോയി അവർക്ക് അറിയാവുന്നത് വോട്ട് പിടിക്കുക. അതായത് എല്ലാവരും അങ്ങനെ തന്നെ. ഞാനിപ്പം ബിഗ് ബോസ് പോയാലും എന്റെ വീട്ടുകാർ വോട്ട് പിടിക്കുമ്പോൾ പല വഴികളും തിരക്കും. അതിന്റെയും പൈസ ഇടേനവൻ. ഈ ചെറുക്കനെ എന്ത് ചെയ്താ കൊള്ളാം. അടുത്ത് അതിനുശേഷം സമ്മർ മീഡിയക്കാണ് 5 ലക്ഷം രൂപയാണ് സമ്മർ മീഡിയ കൊടുത്തത്. ഇത് ഒരു കാര്യം, അനുമോളെ ഇഷ്ടപ്പെടുന്നവരെ ഒരു കാര്യങ്ങളോട് പറയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് അനുമോളെ ഇഷ്ടപ്പെട്ടത്? ആ കാര്യം കൂടി ഞാൻ പറയാം. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അതിനുശേഷം രാജ് ടാൽസിന് 2 ലക്ഷം രൂപയാണ് ഈ പറയുന്ന രാജ് ടാൽസ്. നീ തമിഴനാണ്, നീ പാണ്ഡ്യാണ്. രാജ് ടാൽസ് ആദ്യം കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുക. രാജ് ടോക്സ് അതാണ് എന്റെ പേര്, അല്ല രാജ് ടാൽക്കല്ല. നീ ആദ്യം നീ പാണ്ഡ്യാണ്. എനിക്ക് 2 ലക്ഷം രൂപ. നിന്റെ മറ്റവൻ കൊണ്ടുവന്ന 2 ലക്ഷം രൂപ. എന്റെ പൊന്നാര മോനെ ഇതിനെ കാട്ടി നല്ല ക്യാഷ് എനിക്ക് യൂട്യൂബ് തരുന്നുണ്ട്. എനിക്ക് ഒരു തെണ്ടികളെ, ഒരു പട്ടികളുടെ 5 പൈസയുടെ ആവശ്യം എനിക്കില്ല. എന്റെ ജീവിതത്തിൽ ഇതിലേക്കിട്ട് ഒരു തെണ്ടികളെ നിന്നും ഞാൻ 5ന്റെ പൈസ PR വാങ്ങിച്ചിട്ടുമില്ല, ഇനി വാങ്ങത്തുള്ളൂ. എന്റെ ഒരേ ഒരു മോള് സത്യമായിട്ട് ഞാൻ പലവട്ടം സാധനം ഇട്ട് കഴിഞ്ഞു. ഇനി എന്തിന്? അപ്പൊ ആദ്യം നാക്ക് വഴിച്ച് എന്താണ് സംസാരിക്കാനുള്ളത്? രാജ് ടോക്സ്, അതായത് രാജ് ടാക്കല്ല. മനസ്സിലായോ? അങ്ങനെ അല്ല. പിന്നെ ഈ 2 ലക്ഷം, ഈ പറയുന്ന 2 ലക്ഷം ഉലുവേര പുറത്ത്. പിന്നെ സമ്മർ മീഡിയയെ പറ്റി നിനക്ക് ഒരു തേങ്ങയെ അറിയത്തില്ല. അവന്റെ ലെവൽ ഏടുന്ന നിനക്കൊക്കെ ആർക്കും അറിഞ്ഞുകൂടാ. മനസ്സിലായോ? അവൻ ഒന്നാമത് പിന്നെ ബ്ലാക്ക് ബെൽറ്റ്, പിന്നെ ഡബിൾ ബ്ലാക്ക് ബെൽറ്റ് എന്തോ ഉണ്ട്. അവന്റെ ഫ്രണ്ടിലായിട്ട് അവൻ ഒറ്റ ഇടിയിൽ തന്നെ അവിടെ ചുരുട്ടിയിടും. മനസ്സിലായോ? അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിനക്ക് അറിയത്തില്ല. ഇതുപോലെ നക്കാപ്പിച്ചയ്ക്ക് ഇതിനെയും കാട്ടി ഇരട്ടി അവൻ മാസം ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ ഒരു ചെറിയൊരു ബുദ്ധിയും ബോധവുമുള്ള ഒരു നാറികളും ഒരുത്തനും, മനസ്സിലായോ? ബുദ്ധിയും ബോധിയുള്ള ഒരുത്തനും, ഒരു യൂട്യൂബേഴ്സും, കുറച്ച് റീച്ചുള്ള ഒരു യൂട്യൂബേഴ്സും ഈ ഒരു തെറ്റി പരിപാടിക്ക് പോകത്തില്ല, ഈ ഒരു നാറിയ പരിപാടിക്ക് പോകത്തില്ല. കാരണം ഇതിന്റെ കാരണം കൂടി പറഞ്ഞുതരാം. ഒന്നാമത്തെ കേസ്, ഇതിനെയും കാട്ടി വരുമാനം അവർക്ക് ഇത് കിട്ടുന്നുണ്ട്. ചുമ്മാ വല്ലവന്റെയും പോയി വിടുവേല ചെയ്ത് അവന്റെയൊക്കെ മൂട് വാങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക്. യുവന്മാരൊക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന 15 ലക്ഷം തന്നാൽ പോലും ആരും ചെയ്യത്തില്ല. കാരണം അതിന്റെ ആവശ്യമില്ല നമുക്ക് സുഖമായിട്ട് നമുക്ക് യൂട്യൂബ് വരുമാനം തന്നെ എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഇഷ്ടമുള്ളവരെ എനിക്ക് സുഖമായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാം. ആരും വന്ന് നാളെ ഒരുത്തം വന്നിട്ട് നീ എന്റെ ഇത്രയും വാങ്ങിയിട്ടല്ലടാ ചെയ്തത് എന്ന് പറയുന്ന ഒരു നാറികളും ഒരു പട്ടികളും ഇവിടെ ഇല്ല, ഇനി ഉണ്ടാവത്തുമില്ല. മനസ്സിലായോ? അങ്ങനെ നമുക്ക് വിലയിടാനുള്ളവരായിട്ടില്ല. മനസ്സിലായി? അതുകൊണ്ടാണല്ലോ ഞാൻ വിനുവിനെ തന്നെ, വിനു നാളെ എന്തെങ്കിലും പറയട്ടെ, അവരെ നല്ല രീതിയിൽ ഉപേക്ഷിച്ച് കൊണ്ടിടും. കാരണം ആ ചങ്കുറപ്പടിക്കണ്ട. മറ്റേ ഞാൻ 5ന്റെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് കമാന്ന രക്ഷനെ എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് ആ ധൈര്യമുണ്ട്. എനിക്ക് ആരെ കുറിച്ച് വേണം ഞാൻ പറയും. കാരണം ഒരുത്തന്റെ ഒന്നും വിടുവേല ചെയ്ത് തന്നെ പോലെ ഈ പറയുന്ന എന്താണ് ഈ കൊണ്ട് കൂട്ടിക്കൊടുത്തോ അല്ലെങ്കിൽ കള്ളം പറഞ്ഞോ അല്ലെങ്കിൽ പറ്റിച്ചോ മോട്ടിച്ചോ അല്ല ഞാൻ ജീവിക്കുന്നത്. മനസ്സിലായോടാ? കൊടുത്തിട്ടില്ല, അതിനൊക്കെ ഞാൻ വരുന്നുണ്ട്, നിങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഓക്കെ ഉണ്ടോ? ഇവൻ പറഞ്ഞിട്ട് പിന്നെ ഇവൻ പറഞ്ഞ് കൊടുത്തിട്ടില്ല. ഇവൻ പറയുന്നത് കൊടുത്തിട്ടില്ല, നമുക്ക് ക്യാഷ് തന്നിട്ടില്ല, അതിലേക്കൊക്കെ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ അതിലിന് 50,000 കൊടുത്തത് എന്ന് ഇവൻ പറയുന്നത്. വെച്ചാൽ ഈ ഒരു ലിസ്റ്റ് എടുത്ത് ഇത് വിനു ഇങ്ങനെയൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞുള്ള ലിസ്റ്റ് എടുത്ത് നേരെ പിന്നീട് അനുമോൾ കഴിച്ചു കൊടുത്ത് അവന്റെ ഇവൻ ക്യാഷ് വാങ്ങിച്ചു. അനുമോൾ അവിടെ കിടന്ന് പിന്നെ ബഹളം ഉണ്ടാക്കി എന്നൊക്കെയാണ് ഈ നാറീന മോൻ പറയുന്നത്. ഈ പുന്നാര മോൻ പറയുന്ന ഇതാണ്. സത്യം പറഞ്ഞാൽ ഞാനും ഞെട്ടി. ഇനിയിപ്പോ നമ്മൾ അറിയാത്തിട്ട് ഇനി അവൻ അങ്ങനെയൊക്കെ ചെയ്തോ എന്ന് പറയാൻ ഞാൻ വിളിച്ചു ചോദിച്ചു, ഈ സാധനം ഇങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ അവള് പറഞ്ഞു ഇല്ല, അങ്ങനെ ഒരു സംഭവിച്ചില്ല. ഇത് ഏത് നാറിയാന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്തൊരു പറയണം, അവൻ എന്തോ തലയ്ക്ക് അസുഖം എന്നാണ് പറഞ്ഞത്. നിനക്ക് എന്തോ തലയ്ക്ക് അസുഖം എന്നാണ് അവർ പറയണത്. മനസ്സിലായോ? അങ്ങനെ ഒരു സംഭവമേ നടന്നു. ഇവൻ സ്വന്തമായിട്ട് അവൻ ഉണ്ടാക്കിയിട്ട് ഇവരൊരു എക്സൽ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അവൻ അങ്ങോട്ട് അടിച്ചു വിടേണ് വന്നിരുന്നുകൊണ്ട്. ഇതിന്റെ പുന്നാര മോനെ, ഇവൻ കാസർഗോഡ് എവിടെയാണ്? ഇവന്റെ പരിസരത്തുള്ള ഇവന്റെ നമ്പർ അറിയാമെന്നുള്ളവരോ അത് പരിസരത്ത് ആരെങ്കിലും ഉണ്ട് എന്റെ ഇൻസ്റ്റയിൽ വന്ന് ഇവന്റെ ഒരു ഡീറ്റെയിൽ തന്ന വളരെ ഉപകാരം. മനസ്സിലായോ? എനിക്ക് വേണം അത്. അടുത്ത് വിനുനോട് ഒരു കാര്യം പറയുകയാണ്, ഭാഗ്യമുണ്ടെങ്കിൽ
ഞാൻ ഈ വർഷം എന്തായാലും ബിഗ് ബോസിന്റെ ഒരു കാര്യത്തിനൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കിട്ടി കഴിഞ്ഞാൽ പിന്നെ വെള്ളി വിളിക്കുന്ന വരും, നീ ജയിക്കുന്നുണ്ടോ, നിന്റെ PR ജയിക്കുന്നുണ്ടോ, അതായത് ഞാൻ അതിന്റെ അകത്ത്. അപ്പൊ മനസ്സിലായില്ല, യവന് കുറെ കൂടെ ഉണ്ട്, ഞാൻ വെക്കുന്നില്ല. യവന് ബിഗ് ബോസിൽ പോകണം എന്നുള്ളതാണ്. യവൻ എന്നിട്ട് വിനുവിനെ വെല്ലുവിളിക്കാനും ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ബിഗ് ബോസിൽ പോകുന്ന നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. എടാ, ഈ വിനു എന്നെ പോയാൽ ജയിക്കത്തില്ലടേ. വിനു ജയിക്കുന്നത് വിനു അല്ല, വിനുവിന്റെ ഇനി ദൈവം തമ്പുരാൻ വന്നാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. നീ എത്രയൊക്കെ കോടികൾ വാരി എറിഞ്ഞാലും, എന്റെ പുന്നാര മോനെ, എത്രയൊക്കെ കോടികൾ വാരി എറിഞ്ഞാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയുമില്ല. അതിന്റെ ABCD പോലും അറിയാതെ നീ ഇവിടെ വന്നിരുന്ന് കൊണക്കുന്നത്. മനസ്സിലായോ? നീ ഈ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ട് ഓരോ സാധനം ഇങ്ങനെ വലിച്ച് എന്തോ ഇല്ലാതെ കുറെ അവന്റെ വീഡിയോ മൊത്തം അത് തന്നെ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഞാൻ പേര് പറയുന്നില്ല, കാരണം റീച്ചിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് അവന്റെ പേര് ഞാൻ പോയി നോക്കി. ഞാൻ ഇപ്പോഴാണ് ഈ നാറിയുടെ ചാനൽ ഞാൻ കാണുന്നത്. ഞാൻ പോയി നോക്കിയപ്പോൾ ഇതിനകത്ത് മൊത്തം ഉടായ്പകളാണ്. മോഹൻലാലിന്റെ വോയിസ് എന്ന, പിന്നീട് ഈ പറയുന്ന നൂറയുടെ വോയിസ് എന്ന, മറ്റവൻ ഫാബ്രിക്കേറ്ററുടെ ഒരു വോയിസ് ഉണ്ടാക്കും, എന്നിട്ട് അങ്ങോട്ട് അടിച്ചിറക്കും. എന്നിട്ട് ഇതുപോലെ നട്ടാ കുറിക്കാത്ത കള്ളം വന്ന് വിളിച്ചത്. പക്ഷെ ഇവന്റെ ഈ സ്വഭാവം ഇതാണെങ്കിൽ അതിൽ പറഞ്ഞത് എനിക്കും പറയാനുള്ളത്, ഇവൻ ആരെ വേണോ വിറ്റാണ് അവൻ ജീവിക്കുന്നത്. അതിപ്പം ആരെന്നില്ല, അവന്റെ സഹോദരിയോ ആരെ വേണോ അവൻ എന്ത് ചെയ്യും, അവൻ പിന്നെ കൂട്ടി കൊടുത്തുകൊണ്ട് അവൻ പൈസ ഉണ്ടാക്കും. ആ ഒരു ലെവലാണ് ഇവൻ. അതിൽ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. അതേ മെന്റാലിറ്റി ഉള്ളവനാണ് ഈ നാറി. അയ്യോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, എന്റെ പുന്നാര മോനെ, എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത്, നിന്റെ എന്തെങ്കിലും ഈ കിടന്ന വാർത്താണം അടിക്കാതെ നിന്റെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ നീ കൊണ്ടുവന്ന് കാണിയിര്. മനസ്സിലായോ? എന്നിട്ടാണ് ഇവിടെ ഇവന്റെ വീഡിയോ ഇടുമ്പോൾ ഭയങ്കര പ്രശ്നം. നേരത്തെ ഞാൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തതാണ്. സത്യം ഞാൻ മൈക്ക് വെക്കാൻ മറന്നുപോയി. ഭയങ്കര സൗണ്ട് ആയിട്ട് ഞാൻ പിന്നെ രണ്ടാമത് വീണ്ടും ചെയ്യാണ്. നേരത്തെ ചെയ്തപ്പോൾ 18 മിനിറ്റ് എടുത്തു, ഇപ്പൊ 11 മിനിറ്റ് ഞാൻ ഒതുക്കുകയാണ്. വയ്യ, കാരണം ഈ നാറികളുടെ അടുത്തൊക്കെ മറുപടി കൊടുക്കാൻ വയ്യ. ഞാൻ ഇതിങ്ങ് വിട്ടതാണ്. പിന്നെ ഇത് ഇത്രയും ഇതായതുകൊണ്ട് പലരും എടുത്ത് ഇതിനെ റിയാക്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോ ഞാൻ റിയാക്ട് പറയും, അങ്ങനെ റിയാക്ട് ചെയ്തില്ല. ഈ പറഞ്ഞതുപോലെ അവ ഇപ്പൊ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. സമ്മർ മീഡിയ അഖിൽ ഇവിടെ ഇല്ല. അവൻ ഇതിന്റെ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി അവൻ ഫാമിലിയായിട്ട് ടൂറിലാണ്. അവൻ അതുപോലെ അവൻ ഇതുപോലത്തെ തീട്ട കേസിൽ എടുക്കത്തുമില്ല. അവൻ ചവിട്ടി അങ്ങ് എരിഞ്ഞെടുത്ത് കളയത്തേ ഉള്ളൂ. അതുകൊണ്ട് അവന്റെ അടുത്തൊന്നും പോയി കളിക്കാൻ പറ്റും. അവന്റെ ഒന്ന് റേഞ്ച് ഒന്നും നിനക്കൊന്ന് അറിഞ്ഞൂടാ. മനസ്സിലായോ? അവന്റെ ഒന്ന് റേഞ്ച് നിനക്കൊന്ന് അറിഞ്ഞൂടാ. ഈ കിടന്ന് കള്ളത്തിന് അല്ലെങ്കിൽ നാല് റീച്ചിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഉടായ്പകൾ കാണിക്കുമ്പോ ഓർക്കുക, എപ്പോഴും ഒരേ ലെവലിൽ എല്ലാരും കാണത്തില്ല. നീ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ പറയുന്ന ലാലേട്ടന്റെ വോയിസ് ഇട്ടെന്നോ മറ്റവന്റെ വോയിസ് ഉടായ്പെന്ന് കാണിച്ചത് പോലെയൊക്കെ ഇടും പോലെ നീ വിപിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിനെ കുറിച്ച് മുമ്പ് ഇതുപോലെ മോശം പറഞ്ഞിട്ടുണ്ട്. നീ പിന്നീട് നമ്മുടെ ജിനുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സീക്രട്ട് ഏജന്റ്, എല്ലാരെ കുറിച്ചും നിനക്ക് ഇതാണ് നിന്റെ പരിപാടി. ഇതാണ് ഉടായ്പ, പ്രേക്ഷകരെ പറ്റിക്കുക, കുറച്ച് റീച്ച് ഉണ്ടാക്കുക. അപ്പൊ പുന്നാര മോനെ, നിന്റെ ഈ പറയുന്ന പ്രൂഫ് ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോവാ. നീ പ്രൂഫ് കാണിച്ചാൽ നീ പറയുന്ന ഏത് പണി, ഇവന്റെ അല്ല, ഈ പറയുന്ന വിനുവിന്റെ വീട്, വേറെ ആരായാലും മതി. ആരെയെന്നെങ്കിലും 5ന്റെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, 5ന്റെ ഒരു ചായയെങ്കിലും നമ്മൾ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിന്റെ പ്രൂഫ് കാണിച്ചാൽ നീ പറയണ വേല ഞാൻ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ പുന്നാര മോനെ, നിന്റെ കാസർഗോഡ് വരും. മനസ്സിലായോ? കാസർഗോഡ് ഞാൻ വരും. അതുകൊണ്ട് ഉടായ്പകൾ കാണിച്ചോ, നീ കൂട്ടിക്കൊടുത്തോ, നീ പിന്നീട് വിടുവേല ചെയ്തോ, അല്ലെങ്കിൽ വേറെ എന്തൊരു പണി ചെയ്തോ, നീ ജീവിച്ചോ. നമ്മളെ ഇതിനകത്ത് പിടിച്ചിടണമെങ്കിൽ വ്യക്തമായിട്ടുള്ള പ്രൂഫ് വെച്ചിട്ട്, അല്ലാതെ ഇതിലും ഒരു ബില്ലും കൊണ്ടുവന്നിട്ട് മറ്റത് മറിച്ചതും ഞാൻ പറഞ്ഞാ കൂടിപ്പോവും. അപ്പൊ എനിക്ക് ഇത്രേ പറയാവുള്ളൂ. സത്യം പറഞ്ഞാൽ വയ്യ, ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ വന്നിങ്ങനെ ഇന്നൊന്നും വീഡിയോ ഒന്നും ഇടണമെന്ന് കരുതിയാണ്. പക്ഷെ ഈ പുന്നാരമ്മ സമ്മതിക്കത്തില്ല. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.